ഇത് ബർത്ത്ഡേ കൊറിയറാണ്. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. ഹസ്ബൻഡ് ഉണ്ടോ? ഡ്യൂട്ടിയിലാണല്ലേ? കുഴപ്പമില്ല, പറഞ്ഞാൽ മതി. പണി കിട്ടിയതാണെന്ന് തോന്നുന്നല്ലോ. പണി കിട്ടിയതാണ് തോന്നുന്നു അല്ലേ? ആരുടെ വകയ പണിയായിരിക്കും? ഇത് വേറെ പണിയാൻ ആരും ഇല്ല, അനീഷ തന്നെ. അനീഷ രണ്ടാളാണോ? അനീഷും കിങ്ങിണി രണ്ടുപേരാണോ? അല്ലല്ല, ഒരാളാണോ? ഞങ്ങളെ കിങ്ങിണിന്ന് വിളിക്കും. ആ, ചേച്ചിയുടെ മോള. ചേച്ചിയുടെ മോളൊന്നല്ല പറഞ്ഞേ, സ്കൂളിന്ന്. വേറെ ആരും എനിക്ക് ഇങ്ങനെ ഇടാൻ ഇല്ല. വർക്ക് ചെയ്യുന്നത് എവിടെയാ? ഞാൻ സെന്റ് പോൾസിൽ വർക്ക് ചെയ്യുന്നേ. സെന്റ് പോൾസിൽ നിന്നാണോ? അവിടെ നിന്ന് ആയിക്കൂടെ? അവിടെ നിന്ന് ആവാം. ഫസ്റ്റ് തന്നെ കിങ്ങണിന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചത്. സെന്റ് പോൾസിൽ നാളെയാണ്, നാളത്തേനാണ് അത് പൊട്ടിക്കുള്ളൂ. ഇത് അഡ്വാൻസ് ആയിട്ടാണ് ഞാൻ അത് അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്തേ. അതാണോ? കുറച്ചധികം ഐറ്റംസ് ഉണ്ട്. ഇത് കിങ്ങിണി തന്നെ ആവുള്ളൂ. കിങ്ങിണി തന്നെ ആയിരിക്കുള്ളൂ. എന്തത്ര ഉറപ്പ്? അതങ്ങനെയാണ്. അങ്ങനെയാണ് കിങ്ങിണി, അങ്ങനെയാണല്ലേ? അവളങ്ങനെ സർപ്രൈസുകളൊക്കെ തരാൻ മിടിക്കുകയാണ്. അപ്പൊ 1-ാം തീയതി ആരുടെ ബർത്ത്ഡേയാ? 4-ാം തീയതി ചാച്ചന്റെ ബർത്ത്ഡേ, 5th. ഓക്കെ. അപ്പൊ 1-ാം തീയതി ഹസ്ബൻഡിന്റെ. അപ്പൊ 1-ാം തീയതി ആന്റിയുടെ ബർത്ത്ഡേയും 5-ാം തീയതി ചാച്ചന്റെ ബർത്ത്ഡേയും ഒരുമിച്ച് വിഷ് ചെയ്യാൻ വേണ്ടി തന്നു വിട്ടതാ. അപ്പൊ ഇനിയിപ്പൊ ഇങ്ങനെ തന്നെയാണല്ലോ അല്ലെ? ഇതാ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, രണ്ടുപേർക്കും ഉണ്ട്. ഇതാ മേടിച്ചോ. ആയിരിക്കുള്ളൂ അല്ലെ? അപ്പൊ എന്താ പറയാല്ലേ? ഇല്ല, ഞാൻ വീഡിയോ എടുക്കുന്നതാണോ? ഒരു ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഹാപ്പി. താങ്ക് യു. കിട്ടാറുണ്ട് അങ്ങനെ ഗിഫ്റ്റ്? ഇല്ല, ഇത് ഓൺലൈനായിട്ട് കിട്ടുന്നത് ഫസ്റ്റ് ടൈമാണ്. അല്ലാണ്ട് അവള് ഇവിടെ നാട്ടിലുണ്ടായിരുന്നപ്പോ ഇങ്ങനെ വീട്ടിൽ കൊണ്ട് തരാറുണ്ടല്ലേ? അപ്പൊ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞു. താങ്ക് യു. ഒരു എന്താ പറയാനുള്ളേ, ഒരു ഹാപ്പി മൊമെന്റിലല്ലായിരുന്നു ഞങ്ങള് ലാസ്റ്റ് ഇയർ. അതുകൊണ്ട് ബർത്ത്ഡേ ഒന്നും ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവളത് ഓർത്ത് ചെയ്തല്ലോ. താങ്ക് യു. സാരി, ഹാപ്പി ആയില്ല എന്തായാലും. അപ്പോൾ ആൻറ്റീനെ ഹാപ്പി ആക്കാൻ വേണ്ടി ചെയ്തത്. അപ്പോൾ ചാച്ചൻ്റെ അടുത്തും എല്ലായിടത്തും പ്രത്യേകിച്ച് പറയാം. ഓക്കെ. അപ്പോൾ